ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബാനുസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സദ്യ സ്പെഷ്യൽ അവിയലാണ് കേട്ടോ. സദ്യ സ്പെഷ്യൽ അവിയലിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ഞാനിവിടെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ കുറച്ചധികം പച്ചക്കറി നമുക്ക് കിട്ടുന്ന പച്ചക്കറികളൊക്കെ നമുക്ക് അവിയലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ അവിയലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ആദ്യം തന്നെ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അവിയൽ കട്ട് ചെയ്യുന്ന സമയത്ത്, അവിയലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വീതി കുറച്ച് നീളത്തിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതാ നമ്മൾ അടുത്തായിട്ട് ചേന കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കുമ്പളം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മൾ പച്ചക്കായ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്രയും വെജിറ്റബിൾസൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പല വെജിറ്റബിൾസും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കുമ്പളത്തിന് പകരം വേണമെന്നുണ്ടെങ്കിൽ വെള്ളരി എടുക്കാം. അങ്ങനെ ഏകദേശം വെജിറ്റബിൾസൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സദ്യ അവിയൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കണേ. പിന്നെ നമുക്കിതേ മുരിങ്ങാക്കോൽ എടുത്തിട്ടുണ്ട്. മുരിങ്ങാക്കോൽ കുറച്ച് വീതിയുള്ള ടൈപ്പാണ്. ഒന്ന് വണ്ണുള്ള ടൈപ്പാണെങ്കിൽ നടുവൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് വണ്ണമുള്ള ടൈപ്പാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് നടുവും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. വണ്ണം ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് എല്ലാ വെജിറ്റബിൾസും ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഒക്കെ ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ തൈര് ചേർത്തിട്ടല്ല നമ്മളിന്ന് സദ്യ സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കുന്നത്. മാങ്ങ ചേർത്തിട്ടാണ്. നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ പകുതി മതി. ഇത് പുളി ഇല്ലാത്ത മാങ്ങ ആയതുകൊണ്ട് കാരണം ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, പാത്രം വെച്ച് കൊടുത്തു. അതിലേക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അവിയൽ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ നല്ല വേവുള്ള കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചേന നല്ല വേവുള്ള കഷ്ണമാണ്. അപ്പോൾ അത് ആദ്യം ചേർത്ത് കൊടുത്തു. അതിൻ്റെ പുറകെ കായ ചേർത്ത് കൊടുത്തു. പിന്നെ അങ്ങോട്ട് നമ്മൾ ക്യാരറ്റും കുമ്പളവും മുരിങ്ങാക്കോലും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ ഒരു മിക്സിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. അതായത് നമ്മൾ വെളിച്ചെണ്ണ, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തില്ലേ, അപ്പോൾ അതിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ച് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് ഇട്ടിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്കതിലേക്ക് ഉള്ള അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ജീരകമാണ്. അപ്പോൾ ഞാൻ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ പച്ചമുളക് അത്യാവശ്യം എരിവിനുള്ളത് ചേർത്ത് കൊടുത്തത് കാരണം ഇപ്പോൾ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. ജീരകം ചേർത്ത് കൊടുത്ത് ഒന്ന് തരിപ്പായിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ആ ഒരു രീതിയിൽ ഞാനിതൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ഭാഗം വെന്ത് കഴിയുമ്പോഴാണ് നമ്മളിത് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കുഴയും. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊട്ടും പുളിയില്ലാത്ത മാങ്ങ ആയത് കാരണം ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഹാഫ് മതി, ഒരു പകുതി മാങ്ങ മാത്രം മതി പുളിയുള്ളതാണെങ്കിൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ആ ഒരു മാങ്ങയുടെ വേവും കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്, മുഴുവനായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്, റെഡി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മളെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ പാകത്തിനുള്ള വേവായി വന്നിട്ടുണ്ട്. വെന്തോടയൊന്നും ചെയ്തിട്ടില്ല, കറക്റ്റ് വേവാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പില്ലേ, ഈ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ അരപ്പ് എല്ലാ വശത്തും, കഷ്ണങ്ങളുടെ എല്ലാ വശത്തും വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് 1 മിനിറ്റിന് ശേഷം ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റ് ആയിട്ടില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച്
ഒരു പിഞ്ച് ജീരകം വേണം, ഒരു പിഞ്ച് ജീരകവും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില, ഇതൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് കഷ്ണങ്ങൾ കൊണ്ടൊന്നും ഇങ്ങോട്ട് മൂടി കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കഷ്ണങ്ങൾ കൊണ്ട് മൂടി കൊടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യാണ് കേട്ടോ വേണ്ടത്. പിന്നെ നമ്മൾ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളത് കഷ്ണങ്ങൾ കൊണ്ട് മൂടി കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ അതേ നമ്മളത് കഷ്ണങ്ങൾ വെച്ചിട്ട് മൂടി ഒന്ന് അടച്ച് വെച്ച് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് സെർവ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ അതേ ഞാനത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് സെർവ് ചെയ്യണം. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രം ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതേ ഞാനിത് നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അത് സെർവിങ് ബൗളിലേക്ക് ഇത് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പച്ച വെളിച്ചെണ്ണയുടെ സ്മെല്ലും ജീരകത്തിൻ്റെ സ്മെല്ലൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ അവിയൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേ ഞാനൊരു സെർവിങ് ബൗളിലായിട്ട് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഈ ഓണത്തിന് ഈ ഒരു അവിയൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എല്ലാ സമയത്തും നമ്മൾ തൈരൊക്കെ ചേർത്തിട്ടുണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ ഫ്രം ബാനുസ് വേൾഡ്.